ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂമിയിലുള്ള എല്ലാ ശ്ലൈഹിക സഭകൾക്കും പൊതുവായുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുരിശടയാളം എന്ന് നാം വിളിക്കുന്ന സ്ലീവായാൽ ഉള്ള മുദ്രണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്നാണ് എല്ലാ സഭകളും അവരവരുടെ ഭാഷയിൽ കുരിശടയാളം വരയ്ക്കുന്നത്. നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും ചെറിയ പതിപ്പാണ് കുരിശടയാളം. കുരിശടയാളം എന്നാണ് സഭയിൽ ഉത്ഭവിച്ചതെന്ന് രേഖപ്രകാരമായി അറിവുകൾ പരിമിതമാണ്. എങ്കിലും AD 200 കുരിശടയാളം വരയ്ക്കുന്നതിനെപ്പറ്റി ടെർട്ടുലിയാൻ പ്രതിപാദിക്കുന്ന ഒരു രേഖയുണ്ട്. നാം ഇവിടെ സീറോ മലബാർ രീതിയിലുള്ള കുരിശടയാളമാണ് പഠന വിഷയമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം, അതെന്താ ഒരു സീറോ മലബാർ രീതി? മിശിഹായുടെ സഭയിൽ കാലങ്ങളും ദേശങ്ങളും കടക്കുന്നതിനനുസരിച്ച് ശ്ലൈഹിക പാരമ്പര്യങ്ങളും ആരാധനാ പാരമ്പര്യങ്ങളും അതിന് അനുസരിച്ചുള്ള ദൈവശാസ്ത്ര വളർച്ചയും ചരിത്രപരമായി ഉണ്ടായിട്ടുണ്ട്. അത് പരിശുദ്ധമായ റൂഹായുടെ പ്രവർത്തനത്താൽ സംഭവിച്ചതാണ്. ഈ എല്ലാ പാരമ്പര്യങ്ങളും ആരാധനാ വൈവിധ്യവുമാണ് മിശിഹായുടെ സഭയെ സാർവത്രിക സഭയായി വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ മിശിഹായുടെ വധുവായി അണിയിച്ചൊരുക്കുന്നത്. ഭാരതത്തിൻ്റെ സഭയുടെ കാര്യത്തിലാണെങ്കിൽ മാർ തോമാസ് ലീഹായിലൂടെ ലഭിച്ച ശ്ലൈഹിക പിന്തുടർച്ചയും അതുവഴി വന്ന കൽദായം എന്ന് ഇന്നറിയപ്പെടുന്ന പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് ഉള്ളത്. കുരിശടയാളം ഒന്നാണ് എങ്കിലും ഓരോ സഭകളും വളരുന്നത് അനുസരിച്ച് അത് വരയ്ക്കുന്ന രീതിയും അതോടൊപ്പമുള്ള ദൈവശാസ്ത്രത്തിനും വൈവിധ്യമുണ്ടായി. ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഈ വൈവിധ്യമാണ് കത്തോലിക്ക സഭയുടെ മനോഹാരിതയെന്ന്. 2000 വർഷത്തെ വളർച്ചയുടെ ഫലമായി കുരിശടയാളം വരയ്ക്കാൻ സ്വന്തമായ രീതി മറ്റെല്ലാ സഭകളെ പോലെയും നമ്മുടെ സഭയിലുമുണ്ടായി. എന്നാൽ മറ്റ് സഭകളെ അപേക്ഷിച്ച് ആദിമ സഭാ പാരമ്പര്യങ്ങളോട് ഏറ്റവും അടുത്തതും കലർപ്പ് കുറഞ്ഞതുമായ പാരമ്പര്യമാണ് നമ്മുടെ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം. അതിനാൽ തന്നെ ആദിമസഭയുടെ രീതിയുമായി ഒരുപക്ഷെ ഏറ്റവും ചേർന്ന രീതിയിലുള്ള നമ്മുടെ സ്വന്തം കുരിശടയാള രീതിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. കുരിശടയാളം വരയ്ക്കുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വലത്ത് കൈയിലെ വിരലുകൾ പിടിക്കേണ്ട രീതി. പൗരസ്ത്യ സഭകളിൽ എല്ലാം ആദിമ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയുടെ ഭാഗമായി കൈവിരലുകൾ പിടിക്കുന്ന രീതി ഏകദേശം ഒരുപോലെയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വലതു കൈയിലെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നീ 3 വിരലുകൾ അറ്റം കൂട്ടിമുട്ടുന്ന രീതിയിൽ പിടിക്കുക. ഈ പരസ്പരം മുട്ടി ഒന്നായിരിക്കുന്ന 3 വിരലുകൾ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3 വിരലുകളും ഒന്നായി മുട്ടി നിൽക്കുന്നത് ഈ പരിശുദ്ധ ത്രിത്വം ഏക ദൈവം ആണെന്ന് പ്രഘോഷിക്കുന്നു. നിവർന്നു നിൽക്കുന്ന ചൂണ്ടുവിരൽ പുത്രനായ ദൈവമാണ്, പിതാവിലേക്കുള്ള ചൂണ്ടുപലക എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മോതിരവിരലും ചെറുവിരലും ചിത്രത്തിലെ പോലെ കൈപ്പത്തിയിലേക്ക് മടക്കി വയ്ക്കണം. ഈ വിരലുകൾ മനുഷ്യനായി അവതരിച്ച പുത്രൻ തമ്പുരാനായ ഈശോ മിശിഹായുടെ ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. മോതിരവിരൽ ദൈവിക സ്വഭാവത്തെയും ചെറുവിരൽ മാനുഷിക സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. അതുവഴി നമ്മൾ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിലും സ്വഭാവ സവിശേഷതകളിലുമുള്ള വിശ്വാസമാണ് ഏറ്റുപറയുന്നത്. ചെറുവിരലിനെ അപേക്ഷിച്ച് മോതിരവിരൽ കുറച്ച് ഉയർന്നു നിൽക്കുന്നത് ദൈവികത ആണ് മാനുഷികതയേക്കാൾ ഉയർന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. ഈ രീതിയിൽ കൈയിലെ വിരലുകൾ പിടിക്കുമ്പോൾ തള്ളവിരലും മോതിരവിരലും കുരിശാകൃതിയിൽ നിൽക്കുന്നത് മിശിഹായുടെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് പലരും കയ്യിലെ വിരലുകൾ വിടർത്തി കുരിശടയാളം വരയ്ക്കുന്നത് കാണാറുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ലത്തീൻ സഭയിൽ ഉണ്ടായ രീതിയാണത്. അവരുടെ കാഴ്ചപ്പാടിൽ മിശിഹായുടെ 5 തിരുമുറിവുകളെ കാണിക്കാനാണ് കൈവിരലുകൾ വിടർത്തിപ്പിടിക്കുന്നത്. എന്നാൽ അത് ആദിമസഭയുടെയോ സീറോ മലബാർ സഭയുടെയോ രീതിയല്ല. കൈവിരലുകൾ പിടിക്കുന്ന രീതി പരിശീലിച്ച സ്ഥിതിക്ക് നമുക്കിനി വലത് കൈ ചലിപ്പിക്കേണ്ട രീതി പഠിക്കാം. കൈകൾ ചലിപ്പിക്കുന്നതിന് സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായ രീതിയും ദൈവശാസ്ത്രവുമുണ്ട്. അത് ആദിമസഭ ദൈവശാസ്ത്രവുമായി ചേർന്നതാണ്.
പിതാവിൻ്റെയും എന്ന് പറയുമ്പോൾ നാം നെറ്റിയിൽ നിന്നും നെഞ്ചിന് താഴെ, അതായത് വയറിന് കുറച്ച് മുകൾ വശത്ത് കൈ ചലിപ്പിക്കണം. നിഖ്യാവിശ്വാസ പ്രമാണ പ്രകാരം പിതാവായ ദൈവം ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും അധിപനാണ്, അടിസ്ഥാനമാണ്. നെറ്റി അദൃശ്യമായ എല്ലാത്തിനെയും, വയറിന് മുകൾ വശം ഭൂമി ഉൾപ്പെടെയുള്ള ദൃശ്യമായ എല്ലാത്തിനെയും സൂചിപ്പിക്കുന്നു. പുത്രൻ്റെയും എന്ന് പറയുമ്പോൾ വലത്ത് തോളിൽ കൈകൾ വയ്ക്കണം. കാരണം വേദപുസ്തകത്തിലെ വെളിപാട് പ്രകാരം സർവത്തിൻ്റെയും അടിസ്ഥാനമായ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്താണ് ഈശോ മിശിഹ ഉപവിഷ്ടനായിരിക്കുന്നത്. അതുവഴി ഈശോ മിശിഹ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുവശത്തിരിക്കുന്നു എന്ന വിശ്വാസം നമ്മൾ പ്രഘോഷിക്കുന്നു. വലത് വിശുദ്ധിയുടെ പ്രതീകമാണ്. പ്രതീകങ്ങളിലൂടെയാണ് സഭ നമ്മളോട് സംസാരിക്കുന്നത്. ഈശോ മിശിഹ പരിശുദ്ധനാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്, നിത്യജീവൻ നൽകുന്നവനാണ്. അതിനാൽ പുത്രൻ എന്ന് പറയുമ്പോൾ വലത് തോളിൽ കൈകൾ വയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും എന്ന് വരച്ച നേർരേഖയ്ക്ക് കുറുകെ ഇടത്തെ തോളിൽ കൈവയ്ക്കണം. ഈശോ മിശിഹ വാഗ്ദാനം ചെയ്തതുപോലെ പിതാവിൽ നിന്നും പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു എന്ന് അത് സൂചിപ്പിക്കുന്നു. ഇടത് അശുദ്ധിയുടെ പ്രതീകമാണ്. അതായത് പിതാവിൻ്റെ വലതുവശത്തിരിക്കുന്ന ലോകത്തിൻ്റെ പ്രകാശമായ ജീവന്റെ നാഥനായ ഈശോ മിശിഹ പരിശുദ്ധ റൂഹായിലൂടെ അന്ധകാരത്തെ നശിപ്പിക്കുകയും മരണത്തെ പരാജയപ്പെടുത്തുകയും ലോകത്തിൻ്റെ അശുദ്ധിയെ ഇല്ലാതാക്കി വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ഒപ്പം പരിശുദ്ധാത്മാവിലൂടെയുള്ള പുതിയ ജന്മമായ മാമോദീസായും നാം ഇതിൽ ഏറ്റുപറയുന്നു. സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്രം മിശിഹ കേന്ദ്രീകൃതമാണ്. മിശിഹായാണ് അന്ധകാരത്തെയും മരണത്തെയും കീഴടക്കുന്നത്. മിശിഹായിലൂടെ മാത്രമേ മനുഷ്യനും അത് സാധിക്കുകയുള്ളൂ. അവസാനമായി 2 കൈകളും കൂപ്പി വിരലുകൾ ചേർത്ത് തല കുമ്പിട്ട് ആമേൻ എന്നു പറഞ്ഞാണ് കുരിശടയാളം അവസാനിക്കുന്നത്. കൈകൾ ഒന്നിക്കുന്നതും വിരലുകൾ ചേർന്ന് നിൽക്കുന്നതും വിവിധ വ്യക്തിസഭകളായി പാരമ്പര്യങ്ങളായി വളർന്നു നിൽക്കുന്ന മിശിഹായുടെ സാർവത്രിക സഭ ഏകവും പരിശുദ്ധവുമാണെന്ന് അർത്ഥമാക്കുന്നു. ഇതുവരെ നാം കൈവിരൽ പിടിച്ച രീതിയിലൂടെയും വലത് കൈ ചലിച്ച രീതിയിലൂടെയും പറഞ്ഞ വാക്കുകളിലൂടെയും എല്ലാം എന്തെല്ലാമാണോ പ്രതീകാത്മകമായി ഏറ്റുപറഞ്ഞത് അതിൽ എല്ലാം വിശ്വസിക്കുന്നു എന്ന് അവസാനം തല കുമ്പിട്ട് ആമേൻ എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നു. വിശ്വാസ പ്രമാണം മുഴുവൻ ഉൾക്കൊള്ളുന്ന ശക്തമായ വിശ്വാസ പ്രഖ്യാപനമാണ് സീറോ മലബാർ സഭയുടെ കുരിശടയാളം. ഇന്ന് എത്ര പേർക്ക് നമ്മുടെ സഭയുടെ രീതിയിൽ കുരിശടയാളം ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ അറിയാമെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. മെത്രാന്മാരും പുരോഹിതന്മാരും സന്യാസിനികളും അൽമാരും ഉൾപ്പെടുന്ന നമ്മുടെ സഭയിലെ വലിയൊരു ശതമാനം ജനം ലത്തീൻ അല്ലെങ്കിൽ യാക്കോബായ രീതിയാണ് പിന്തുടരുന്നത്. അതിന് കാരണം ഇന്നുള്ള ഭൂരിഭാഗം പട്ടം ലഭിച്ച വ്യക്തികളും ലത്തീൻ പഠനമാണ് സെമിനാരികൾ ലഭിച്ചത്. അതിനാൽ അവർ തങ്ങളുടെ അൽമാരെയും ലത്തീൻ രീതിയാണ് പരിശീലിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, ലത്തീൻ രീതിയിൽ കുരിശടയാളം വരച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്നാൽ ഒരു ഉപമ പറയാം. നമ്മുടെ പോറ്റമ്മയ്ക്ക് നന്നായി മീൻകറി വയ്ക്കാനുള്ള ഒരു കൂട്ടറിയാം എന്ന് വെക്കുക. അടുത്ത വീട്ടിലെ അമ്മയും നല്ല അസലായി മീൻകറി ഉണ്ടാക്കും എന്ന് കരുതുക. സ്വന്തം പെറ്റ പോറ്റിയ അമ്മയുടെ മീൻകറി മുന്നിലുള്ളപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ മീൻകറിക്ക് വേണ്ടി നമ്മൾ പോകുമോ? അത് അപ്പുറത്തെ വീട്ടിലെ അമ്മയുടെ മീൻകറി മോശമായതുകൊണ്ടല്ല, പെറ്റമ്മയുടെ പോറ്റമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ പെറ്റമ്മയോട് നമുക്കുള്ള സ്നേഹം അപ്പുറത്തെ വീട്ടിലെ അമ്മയോട് അതേ അളവിൽ ഉണ്ടാകുമോ? ഉണ്ടെന്നുള്ളവരോട് ഒന്നും പറയാനില്ല. അതിനാൽ സ്വന്തം മാതൃസഭയായ നമുക്ക് മാമോദിസ തന്ന, നമുക്ക് മിശിഹായി തന്ന സീറോ മലബാർ സഭയുടെ കുരിശടയാള രീതി നമുക്ക് പരിശീലിക്കാം. അത് മറ്റ് സഹോദരങ്ങളെ പഠിപ്പിക്കാം. വളരെ ചെറിയ ഒരു പ്രാദേശിക സഭയായ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളും ചരിത്രവും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈശോ മിശിഹ നമ്മളെ ഓരോരുത്തരെയുമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ,
മിശിഹ ഏൽപ്പിച്ച നമ്മുടെ സഭയെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ സഭാ പാരമ്പര്യം കൂടുതൽ ദൈവജനത്തിലേക്ക് എത്തുന്നതിനായി പരിശുദ്ധ മർത്തുമറിയത്തിൻ്റെയും മാർ തോമാസ് ലിഹായുടെയും മധ്യസ്ഥം നമുക്ക് തേടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.